നിരക്കിലുള്ള സേവനങ്ങൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്നതായി പരാതി. അക്ഷയയിലൂടെ നടക്കുമെന്ന് പ്രഖ്യാപിച്ച ആധാർ കാർഡ് രജിസ്ട്രേഷനാണ് ഇപ്പോൾ സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുമൂലം കോട്ടയം ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ജില്ലയിലൊട്ടാകെ 120-ൽ പരം അക്ഷയ കേന്ദ്രങ്ങളാണുള്ളത്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ്, ഇ-ഫയലിംഗ്, ഇ-പേയ്മെന്റ്, ഇ-ഗ്രാന്റ് തുടങ്ങി നിരവധി സേവനങ്ങൾ അക്ഷയ വഴി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളെ അവലംബിച്ചാണ് ജീവിക്കുന്നത്. ഇതിനിടെയാണ് അക്ഷയ വഴി നടത്തുമെന്നറിയിച്ച ആധാർ കാർഡ് രജിസ്ട്രേഷൻ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് ഏജൻസികൾ ഈ അക്ഷയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയപ്പെടുന്ന ഈ അക്ഷയയുടെ പ്രവർത്തന പരിധിയിൽ അവർ കയറി എൻറോൾമെന്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അനുഭവം കോട്ടയം ജില്ലയിലുണ്ടായിട്ടുണ്ട്. 35 രൂപ നിരക്കിൽ നടത്തുമെന്നറിയിച്ച രജിസ്ട്രേഷൻ 42 രൂപയ്ക്ക് സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയതിനു പിന്നിലും ദുരൂഹത ആരോപിക്കപ്പെടുന്നു. ആധാർ രജിസ്ട്രേഷൻ അക്ഷയ വഴിയാണെന്ന പ്രഖ്യാപനം വന്നതോടെ 1.5 ലക്ഷത്തിൽ പരം രൂപയ്ക്ക് യന്ത്രസാമഗ്രികൾ വാങ്ങിയവരും വെട്ടിലായിരിക്കുകയാണ്. ഇതിനിടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന തീരുമാനത്തിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് സംരംഭകർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. റിപ്പോർട്ടർ, കോട്ടയം. കാസർഗോഡ് BJP-യിൽ വിഭാഗീയ